എന്താണ് വൈദ്യുതോൽപാദനം? മറ്റ് ഊർജ്ജ രൂപങ്ങളെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വൈദ്യുതോൽപാദനം. സാധാരണയായി യാന്ത്രികോർജ്ജത്തെയാണ് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത്. നിരവധി സ്രോതസ്സുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെങ്കിലും വൻതോതിൽ അഥവാ വാണിജ്യാടിസ്ഥാനത്തിൽ ചുരുങ്ങിയ ചില സ്രോതസ്സുകളിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. ഇവയെ രണ്ടായി തിരിക്കാം: പരമ്പരാഗത സ്രോതസ്സുകളെന്നും പുനരുപയോഗയോഗ്യമായ ഊർജ സ്രോതസ്സുകളെന്നും. ഇവിടെ വൈദ്യുതോൽപാദനത്തിന്റെ വിവിധ രീതികളിൽ എന്നാണ് കാണിക്കുന്നത്. ഇതാണ് ജലവൈദ്യുത നിലയം അഥവാ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ജലവൈദ്യുത നിലയത്തിൽ നടക്കുന്നത് ഒഴുകുന്ന ജലത്തിന്റെ ശക്തിയെ പ്രയോജനപ്പെടുത്തി ടർബൈനുകൾ കറക്കി ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന രീതിയാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നടക്കുന്നത്. ഇത് സോളാർ പവർ സ്റ്റേഷൻ. പ്രകൃതിക്ക് ഒരു ദോഷം വരാതെ വൈദ്യുതി ഉൽപ്പാദിക്കുന്ന രീതിയാണ് സോളാർ പവർ സ്റ്റേഷനിൽ നടക്കുന്നത്. ഇതിൽ സൗരോർജത്തിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതാണ് താപവൈദ്യുത നിലയം അഥവാ തെർമൽ പവർ സ്റ്റേഷൻ. തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്നത് പെട്രോൾ, കൽക്കരി എന്നീ ഇന്ധനങ്ങളെ ഉപയോഗിച്ച് ജലം ചൂടാക്കി ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവി ഉപയോഗിച്ച് ടർബൈനുകൾ കറക്കി ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന രീതിയാണ് തെർമൽ പവർ സ്റ്റേഷൻ നടത്തുന്നത്. വിൻഡ്മിൽ അഥവാ കാറ്റാടിപ്പാടങ്ങൾ. കാറ്റിന്റെ ശക്തിയെ പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കാറ്റാടിപ്പാടങ്ങളിൽ നടക്കുന്നത്. അനേകം കാറ്റാടികൾ ഒരു സ്ഥലത്ത് സ്ഥാപിച്ചാണ് കാറ്റാടിപ്പാടങ്ങൾ നിർമ്മിക്കുന്നത്. നന്ദി, നമസ്കാരം.